അള്ളാഹു സുബ്ഹാനഹു വതആല സമാധാനത്തിന്റെ രീതി ഞാൻ പറഞ്ഞിട്ട് ഗസയിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ലേ? പെയിൻ അല്ലേ? ആരെങ്കിലും വല്ല സങ്കടമില്ലേ? കുട്ടികളാണെങ്കിൽ പെടഞ്ഞു മരിക്കുന്ന കാണുമ്പോൾ വല്ലാത്ത വിഷമല്ലേ? കച്ചവൻ എന്താ ഓരോന്നും ചെയ്യാത്തെന്ന് തോന്നില്ലേ? എന്താ അള്ളാഹ് പറഞ്ഞ ഖുറാനില്? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടവരെന്ന് നിങ്ങൾ പറയണ്ട, എന്നാൽ അവരാകുന്നു ജീവിക്കുന്നവർ. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ബോധവാന്മാരല്ല. ഇതിന്റെ ഷർട്ട്, ഇതിന്റെ കൈ, ഇത് മൊത്തം എന്റെ ശരീരം. ഈ ഷർട്ട് ഞാൻ നിലത്തിട്ട് ഇങ്ങനെ ചവിട്ടി ചവിട്ടി കൂട്ടി എനിക്ക് വേറെ ഷർട്ട് വാങ്ങാം. ഈ ശരീരം ആരാണ്ടാക്കിയേ? അള്ളാഹ്. ഫിംഗർ ടിപ്സ് വരെ ഞാൻ കൂളായിട്ട് ഉണ്ടാക്കുന്ന ആരാ പറഞ്ഞേ? അള്ളാഹ് കാണാം. ബുദ്ധിമുട്ടി അവളെ പിന്നീട്ടാക്കാൻ ഇങ്ങടുത്ത് അക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹ് വശത്തിനാണ് നീ വിചാരിച്ചു പോരുത്. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകമായ ദിവസം അവർക്ക് വരാനുണ്ട് എന്ന് ആലോചിച്ചൊക്കെ അള്ളാഹ് അത് കാണില്ല എന്ന് വിചാരിച്ചോ? നമ്മൾ വിചാരിക്കില്ല ഓനൊക്കെ നരകി ചൊരച്ച പിടിക്കും മരിക്കരുത്, എല്ലാണ്ടും മരിക്കണം നമ്മൾ വിചാരിക്കാം. നരകിച്ച് ചാവണം എന്നറിയും. നരകിച്ച് ചാവ എവിടാ? നരകത്തിലാ. നരകത്തിലെ പ്രത്യേകം എന്താ? മരിക്കൂല. ഇവിടെ ഒരു ബുള്ളറ്റ് തലയിൽ വന്ന് നമ്മൾ തീർന്ന് കഴിഞ്ഞ് പിന്നെ നമുക്ക് അനുഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ? നരകിക്കും. തൊലി എന്താവും? കത്തും. തൊലി പോവും, പിന്നെയും തൊലി വരും, മരിക്കൂല, പിന്നെയും വേദന. അല്ലാഹു സുബ്ഹാനഹു വതആല കറക്റ്റ് ആയിട്ട് അത് പറയുന്നുണ്ട്. ഇവിടെ വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ എന്താണ് അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ള നിങ്ങളിവിടെ കുറച്ചു കാലത്തെ പ്രവൃത്തികളെ കൊണ്ട് മാത്രം